ഇന്ന് നമ്മുടെ ഈ കൊല്ലയുടെ അരിയത്തിരുന്നാണ് ഞാൻ പറയണത്. അപ്പോൾ ഇന്ന് കുറച്ച് പയറ് ചെടിയാണ് നടന്നത്. പയറ് ചെടി എന്ന് വെച്ചാൽ അന്ന് മണ്ണുത്തി കൊണ്ടുവന്ന വിത്തുകൾ പാകിയിട്ടുണ്ടായിരുന്നു. പാകിയിട്ട് എല്ലാവരും മുളച്ചിട്ടില്ല, ഒരു 5 തൈയാണ് മുളച്ചാക്കുന്നത്. അപ്പോൾ 5 തൈ നമുക്കിന്ന് മാറ്റി നടാൻ ഓർത്താണ്. അപ്പോൾ 5 തൈയും എല്ലാവരും നല്ല രീതിയിൽ നിൽക്കണില്ല, എന്നാലും ഞാനത് മാറ്റി നടാൻ ഓർത്ത്. കലം ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന കലത്തിനെ ചിന്നൽ വന്നിട്ട് ഇത് ഹോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ ഹോളൊക്കെ ഇട്ട് വെച്ചാക്കണം. അപ്പോൾ നമുക്കിതിലിട്ട് ഇങ്ങനത്തെ 3 കലമുണ്ട് കേട്ടോ. പിന്നെ 2 ചാക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് ചവറും മണ്ണൊക്കെ ഇട്ട് നിറച്ചിട്ട് നമുക്ക് ആ പറമ്പിലോട്ട് പോകാം. എന്നുവെച്ചാൽ പറമ്പിൽ നല്ല വെള്ളക്കെട്ടാണെന്ന് വെച്ചാൽ നമുക്ക് ആ പറമ്പ് നിറച്ച് പുല്ലും ഇതൊക്കെ ഇട്ടിരിക്കുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്ത അവസ്ഥകളാണ് ഞങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ഓർത്താണ്. അപ്പോൾ ആദ്യം തന്നെ ചവറിടാം. പിന്നെ ഈ മണ്ണ് നിറക്കട്ടെ കേട്ടോ. മണ്ണൊന്നും ഇടാം. കുറച്ച് മണ്ണിട്ട് നിറക്കാം. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളവും മണ്ണൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ. അതല്ലേ അധികം മണ്ണിട്ട് കൊടുത്താൽ ശരിയാവില്ല. ഇതിൽ ഇത്തിരി കമ്പോസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. കമ്പോസ്റ്റ് ഇടാം. കമ്പോസ്റ്റ് ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇത്തിരി മണ്ണിട്ട് കൊടുക്കാം. ഇത് കുറച്ച് മറ്റേ ഇല പൊടിഞ്ഞ മണ്ണില്ലേ, അതാണ് ഇടുന്നത്. ഇപ്പം 2 കലത്തിൽ നിറച്ചില്ലേ, ഇനി ബാക്കി ആ ചാക്കിലും കൂടി നിറക്കും. 4 എണ്ണം വേണ്ടേ? 5 എണ്ണം വേണം. എന്നാൽ ചാക്കിൽ നിറക്കും. ഇതുപോലെ തന്നെ നിറച്ചോ. മണ്ണ് ഇപ്പം നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. മഴക്കാർ വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കൊതുകിൻ്റെ ശല്യം കൂടുതലാണ്. പച്ചിലകളൊക്കെ നിൽക്കണമായിരുന്നു. ഏതായിക്കോട്ടെ. അതാ ഇല പൊടിഞ്ഞ മണ്ണല്ലേ, അത് നല്ല വളമാണ്. നല്ല വളമാണ്. കാണുന്ന എടുത്ത് കളാം. ചെല്ലാനായിട്ട് പാടാണ്. മറ്റേ ചെരുപ്പ് പറഞ്ഞോട്ടെന്ന് നമുക്ക് ഗംബൂട്ടിട്ട് പോവാം. കുഴപ്പമില്ല. കൊതുകാണ് ശ്രദ്ധിക്കേണ്ടത്. കൊതുകില്ല. ചുറ്റുപാടൊക്കെ ഇങ്ങനെ ഇലകളൊക്കെ എടുക്കണമായിരുന്നേ. കൊതുകിൻ്റെ ശല്യമുണ്ട്, എല്ലായിടത്തും ഉണ്ടാവും. ഇന്നൊരെണ്ണോടെയല്ലേ ഉള്ളൂ. അത് നിറച്ചോ. ആ കലം നിറച്ചോ. ഇവിടെ ഒരു മുളക് പഴുത്ത് ഇപ്പണ്ടല്ലോ. മൂത്തിട്ടുണ്ടത് വെച്ചേണ്ട ഒരു പഴുത്തുണ്ട്. ചെറിയ തൈയാണെങ്കിൽ അതിൽ നല്ല മുളക് ഉണ്ടായിട്ടുണ്ട്. ചേട്ടാ ഇത് റെഡി ആയിട്ടുണ്ടല്ലോ, അവിടെ കൊണ്ടുവെക്കാം. എല്ലാം റെഡിയാ. എന്നാൽ പറമ്പിലോട്ട് പോവാം. അത് ഗംബൂട്ടിട്ടുണ്ട്. അവിടെ നിൽക്കാൻ പറ്റില്ല. പോകാം. ഈ കമ്പോസ്റ്റ് ബാക്കിയുള്ള നമുക്ക് അതിലോട്ട് ഇടാം. എന്ന് വെച്ചാൽ തീരാറായി കമ്പോസ്റ്റ്. അങ്ങോട്ട് പോകാല്ലേ. ഈ ബാക്കിയുള്ള മണ്ണര കമ്പോസ്റ്റ് അതിലോട്ട് ഇട്ട് വെച്ചേക്കാല്ലേ, ഇനി അത് വേസ്റ്റായി പോകും മഴയും കൊണ്ടേ. നമ്മുടെ ആട്ടും കൂടായിരുന്നു കേട്ടോ നേരത്തെ. ആട്ടും കൂടൊക്കെ പോയാരണം. ഇപ്പം വിറക് വെക്കൽ മണ്ണര കമ്പോസ്റ്റൊക്കെ ഈ ആട്ടും കൂട്ടിലാണ് ചെയ്യണത്. അതേ ചേട്ടനാ മണ്ണര കമ്പോസ്റ്റ് അതിലോട്ട് ഇടാൻ കേട്ടോ. ഉണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ കാട് ഉള്ളതേ മോശമായിട്ട് കിടക്കുന്ന അവസ്ഥയാണ്. ഞാൻ ഇതിലാണ് പണിയെടുക്കേണ്ടത് കേട്ടോ. കൊണ്ടുപോകണോ? അത് എടുത്തോ, ഞാൻ പറഞ്ഞെടുക്കാം. കണ്ടോ, ഇവിടെ ഒരു പൊട്ടക്കോളോ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ചെടി നട്ടാൻ ശരിയാക്കണം. എന്ന് വെച്ചാലേ മഴയത്തായാലും വരാൻ പറ്റില്ല. പിന്നെ ഉപ്പുവെള്ളം കയറിയാലും ഇവിടെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 ഇടത്തും വെള്ളക്കെട്ടാണ്. അപ്പോൾ ഇതിൽ ഇച്ചിരി പ്രശ്നമുണ്ട് ഇതിൽ ചെടി നടാനായിട്ട്. ഇനി കല്ലെടുത്ത് വെക്കണ്ടേ? എന്നാ മമ്മട്ടി എടുത്തുണ്ടാരണ്ടേ? എൻ്റെ എടുത്തുണ്ടാറ്റേ, മമ്മട്ടി എടുത്തുണ്ടാറ്റേ. മമ്മട്ടി തന്നെട്ടാ. കണ്ട ചേട്ടൻ്റെ
മണ്ണ് മമ്മട്ടി കൊണ്ട് ഇളക്കിയിട്ടാണ് പോണത്. ഇവിടെ പാമ്പിൻ്റെ ശല്യം, പാമ്പിനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, എന്നാലും ഒരു പേടിയുണ്ട്. അപ്പോൾ അത് അവിടെ നിന്നൊരു കല്ലും കെട്ടെടുക്കുകയാണ് പോയി ആൾ. ഈ ചെടി പൊക്കത്തിൽ വെക്കണോ, അല്ലെങ്കിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഇത് ചാക്കിലോട്ട് വെള്ളം കയറും. അപ്പോൾ ഇത് പൊക്കത്തിൽ വെക്കാനായിട്ടുള്ള പരിപാടികളാണ്. എവിടെയാണ് വെക്കണത് ഇത്? അപ്പോൾ എല്ലാവരും കൂടി ഒറ്റ വലയൊക്കെ പടുത്താൻ പറ്റുമോ? ഇത് ഈ മഞ്ഞൾ വെറുതെ കാട് പിടിച്ചിരിക്കണ്ട, ഇത് കളയണ്ടേ ഇത്? മഞ്ഞളേ എവിടെ വെക്കും? എല്ലാവരും കൂടി ഓരോടത്ത് തന്നെ വെച്ചാൽ കലം വെക്കാൻ പോയണോടാ. പൊട്ടാതെ നോക്കണം കേട്ടോ. ഈ ഒരു കലം വിടും. ഇത് പറഞ്ഞാൽ അവിടെ വെക്കാം. കുഴിഞ്ഞു പോകുകയാണല്ലോ നടക്കുമ്പോൾ ചെളിയായിട്ട്. ഇത് നട്ട് 1 2 ഇത് നേരത്തെ നട്ടത് വെള്ളക്കെട്ടിൽ നിന്ന് മാറ്റി വെച്ചതാണ് കേട്ടോ. പിന്നെ വേണ്ട 3ാമത്തെ ഇതത്ര ആരോഗ്യമില്ലാണ്ടിരിക്കുകയാണ്. ഇത് നട്ട് എന്താ 5 എണ്ണം ഇട്ടുണ്ട്. ഇത് വെള്ളത്തിലാണ് നട്ട് വെച്ചേക്കണത്, എന്താവോന്നറിയില്ല. അപ്പോൾ വീഡിയോ നിർത്താം. ഇനിയിപ്പോൾ പടർത്താനായിട്ടേ നമുക്ക് വല കെട്ടി കൊടുക്കുക, കുറച്ചും കൂടി പൊങ്ങി വരട്ടല്ല. അപ്പോൾ ഈ വലയിലോട്ട് കയറാൻ സ്ഥലമുണ്ട്, വലിയ വല. ഏതായാലും ഇന്നത്തെ വീഡിയോ അപ്പോൾ ടാറ്റാ. താങ്ക് യു വാച്ചിങ്.